ഹായ് ഫ്രണ്ട്സ്, ടെക്നോക്കിന്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ ഭാഗത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെല്ലാവരും ഡാറ്റ യൂസ് ചെയ്യുന്നവരാണ്. ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡാറ്റ തീർന്നു പോകുന്നത് ഒരു പ്രശ്നം തന്നെയാണ്. അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഹോട്ട്സ്പോട്ട്. നമ്മളെല്ലാവരും ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുന്നവരാണ്. ഹോട്ട്സ്പോട്ട് യൂസ് ചെയ്യുന്നത് മറ്റു ഡിവൈസുമായി ഡാറ്റ കണക്ട് ചെയ്യാനാണ്. ഡാറ്റ കണക്ട് ചെയ്തതിന് ശേഷവും ഹോട്ട്സ്പോട്ട് ഓഫ് ചെയ്യാൻ മറന്നുപോയാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഹോട്ട്സ്പോട്ട് ഓൺ ആയി പോയാലോ മറ്റു ഡിവൈസുമായി ഡാറ്റ കണക്ട് ചെയ്ത് നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഹോട്ട്സ്പോട്ട് ഓൺ ആണോ ഓഫ് ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ. നമ്മൾ പല ആപ്ലിക്കേഷൻസും യൂസ് ചെയ്യാറുണ്ടാകും. ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വർക്ക് ആകുകയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സെറ്റിംഗ്സിൽ പോകുക, ഡാറ്റ യൂസേജ് എന്ന് കാണാം, അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ടും നിങ്ങൾക്ക് വേണ്ട ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ഡാറ്റ എന്ന് കാണാം, അത് ഡിസേബിൾ ആക്കുക. എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഓട്ടോമാറ്റിക് വർക്കായി ഡാറ്റ നഷ്ടപ്പെട്ടു പോകുകയില്ല. അടുത്താമത്തെ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. വാട്സപ്പിൽ നമ്മൾക്ക് പല മെസ്സേജും വരാറുണ്ടാകും, വീഡിയോ, ഓഡിയോ ഒക്കെ. നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജ് ആയിരിക്കും, ആവശ്യമുള്ളതുമായിരിക്കാം. അങ്ങനെ നമുക്ക് വരുന്ന വീഡിയോകളൊക്കെ ചിലപ്പോൾ ആവശ്യമില്ലാത്ത വീഡിയോകളോ ഓഡിയോകളോ വരികയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. എങ്കിൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകുന്നത് സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സപ്പിന്റെ സെറ്റിംഗ്സിൽ പോകുക, ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് എന്ന് വേണം, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്റ്റോറേജ് യൂസേജ് എന്ന ഓപ്ഷന്റെ അടിയിലായിട്ട് 3 ഓപ്ഷൻസ് കാണും. ആ 3 ഓപ്ഷൻസും ഡിസേബിൾ ആക്കി വെക്കുക. എങ്കിൽ നിങ്ങളുടെ വീഡിയോകളോ ഓഡിയോകളോ മെസ്സേജ് ആയി വന്നാൽ അത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുകയില്ല. അടുത്താമത്തത് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ അപ്ഡേറ്റ്. നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പല MB ഉള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാറുണ്ടാകും. ആപ്ലിക്കേഷൻസും ഗെയിമും 1 GB ആയിരിക്കാം, ചിലപ്പോൾ 100 MB ആയിരിക്കാം. ആ ഒരു ആപ്ലിക്കേഷൻസ് അപ്ഡേറ്റ് ചെയ്യാൻ സമയം വന്നാൽ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകും. എങ്കിൽ നിങ്ങളുടെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ഏകദേശം 1 GB ഉള്ള ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ ആ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യാൻ സമയം വന്നു. എന്നിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയി. നിങ്ങളുടെ ഡാറ്റ ആ ഒരു ആപ്ലിക്കേഷന് എത്ര ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമുണ്ടോ അത്രയും ഡാറ്റ പോയി പോകും. അതായത് 1 GB ഡാറ്റയുള്ള ഒരു ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ അത് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ചെയ്താലും 1 GB ഡാറ്റ തന്നെ തീർന്നു പോകും. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആകുന്നത് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നോക്കാം. ഇതിനായിട്ട് നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മുകളിൽ കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സിൽ പോകുക. എന്നിട്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് കാണാം, അത് ടാപ്പ് ചെയ്തതിനു ശേഷം ഡോണ്ട് ഓട്ടോ അപ്ഡേറ്റ് എന്ന് സെലക്ട് ചെയ്യുക. എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒന്നും ഓട്ടോ അപ്ഡേറ്റ് ആവില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത കിടക്കാച്ച വീഡിയോ കാണുന്നത് വരെ ഇസ്മിയ ജോലി സൈനിങ് ഔട്ട്.